ഹരേ രാമ ഹരേ കൃഷ്ണ. നാളെ നേരം പുലരുന്നത് ഈ രാശിക്കാരുടെ സർവ്വവിധ ഭാഗ്യവുമായിട്ടാണ്. ജൂലൈ മാസം തീരുന്നതിന് മുമ്പ് ഈ രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. 2024 ജൂലൈ 14 മുതൽ ജൂലൈ 20 വരെയുള്ള, അതായത് 1199, മിഥുനം 30, കർക്കിടകം 5 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വരുന്ന ആഴ്ച മേടരാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ വഴിത്തിരിവുകൾ വന്നുചേരും. ആഴ്ചയുടെ തുടക്കത്തിൽ സാമ്പത്തികമായി നല്ല ഒരു മുന്നേറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പുതിയ തൊഴിലവസരങ്ങൾ എന്നിവയും അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സാമ്പത്തിക ലാഭം സുനിശ്ചയമായും വന്നുചേരും. ഈ സമയം നിങ്ങൾക്ക് നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയമാണ്. ഈ സാമ്പത്തിക നേട്ടങ്ങൾ മേടരാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സംതൃപ്തിയും നിറയ്ക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായും വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ആഴ്ചയുടെ മധ്യത്തോടെ ചില സാമ്പത്തിക പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം. ചെലവുകൾ വർദ്ധിക്കുന്നതിനും അപ്രതീക്ഷിത സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തുകയും സാമ്പത്തിക തട്ടിപ്പുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആരോഗ്യപരമായി അലർജി പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകരമായ ജീവിതശൈലി, ഭക്ഷണക്രമം എന്നിവ പാലിക്കുകയും ആവശ്യത്തിന് വിശ്രമം എടുക്കുകയും ചെയ്യേണ്ടത് വളരെയധികം പ്രധാനമാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യുക. സൈനിക മേഖല, അഗ്നിശമന സേന, മറ്റ് അപകട സാധ്യതയുള്ള തൊഴിലുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മേടരാശിയിൽപ്പെട്ട ആളുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. ജോലിസ്ഥലത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. രാത്രികാല യാത്രകൾ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ചില അനിഷ്ട സംഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ വിഷഭയം, അതായത് സർപ്പദോഷം ഉണ്ടാകുവാനുള്ള സാധ്യതയും ശ്രദ്ധിക്കേണ്ടതാണ്. സാധ്യമെങ്കിൽ രാത്രിയിലുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും, ഭരണി നക്ഷത്രക്കാർ ശനിയാഴ്ചയും, കാർത്തിക നക്ഷത്രക്കാർ ഞായറാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും സാധ്യമായ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ വരുന്ന ആഴ്ച ഇടവരാശിക്കാരുടെ ജീവിതത്തിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പരസ്പരമുള്ള തുറന്ന സംഭാഷണങ്ങളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും ദമ്പതികൾക്ക് പരസ്പര ധാരണയിലെത്തുവാനും കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും കഴിയും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. ഈ പുതിയ ഐക്യം ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുന്നതാണ്. വേർപിരിയലിന്റെ പാതയിൽ ഉള്ളവരെ പോലും തിരികെ കൊണ്ടുവരുവാൻ പറ്റിയ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇടവരാശിക്കാരിൽ വളരെ കാലമായി വിട്ടുനിന്നിരുന്ന നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുമായി ബന്ധം പുതുക്കുമ്പോൾ അല്പം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് നന്നായിരിക്കും. പഴയ സുഹൃത്തിൻ്റെ ഊഷ്മളത വീണ്ടെടുക്കുവാൻ കഴിയുമെങ്കിലും കാലം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. അതിനാൽ പരസ്പരം മനസ്സിലാക്കുവാനും പൊരുത്തപ്പെടുവാനും സമയമെടുക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇടവരാശിക്കാരുടെ സഹോദരങ്ങളുമായി ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ക്ഷമയും സഹിഷ്ണുതയും പുലർത്തിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പരിഹരിക്കുവാനും സഹോദര ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും സാധിക്കുന്നതാണ്.
ഇടവ രാശിക്കാർക്ക് ധനപരമായി ഈ വരുന്ന ആഴ്ച വളരെയധികം അനുകൂലമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരം കാണുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ധനലാഭം, നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ ബിസിനസ്സിലെ ലാഭം എന്നിവയിലൂടെയെല്ലാം സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വളരെയധികം മെച്ചപ്പെടുവാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഭാവിയിലേക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. തൊഴിൽ രംഗത്ത് പുരോഗതിയും അംഗീകാരവും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അധ്വാനത്തിനും സമർപ്പണത്തിനും അർഹമായ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇടവ രാശിക്കാരായ തൊഴിൽ അന്വേഷകർക്ക് നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ നിങ്ങളുടെ കഴിവുകൾക്കും യോഗ്യതകൾക്കും അനുയോജ്യമായ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും വന്നുചേരും. ഇടവ രാശിക്കാരായ കലാകാരന്മാർക്കും അവരുടെ സർഗ്ഗാത്മകത പ്രകടിപ്പിക്കുവാനും അംഗീകാരം നേടുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. കൂടാതെ ഇടവ രാശിക്കാർക്ക് വാഹനം വാങ്ങുവാനുള്ള അവസരം, ആരോഗ്യകരമായ ഭക്ഷണം പിന്തുടരുവാനുള്ള സാഹചര്യം, പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള സാധ്യത എന്നിവയും ഈ വരുന്ന ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നു. ഇടവ രാശിക്കാരിൽ കാർത്തിക മകയിരം നക്ഷത്രക്കാർ ഞായറാഴ്ച ദിവസവും രോഹിണി നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന കാൽഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ വരുന്ന ആഴ്ച മിഥുന രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ വർദ്ധിച്ച മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. ജോലി ഭാരം, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഈ സമയത്ത് നിങ്ങളുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം പ്രധാനമാണ്. വിശ്രമിക്കുവാനും സ്വയം പരിചരിക്കുവാനും സമയം കണ്ടെത്തുക. മിഥുനം രാശിക്കാർ ഈ വരുന്ന ആഴ്ചയിൽ റോഡിലും അതുപോലെ യാത്രകളിലും അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗ് അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ, അപകടകരമായ സാഹചര്യങ്ങൾ എന്നിവ മൂലം അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചെറുതും അപ്രസക്തവും എന്ന് തോന്നുന്ന റോഡ് നിയമങ്ങൾ പോലും കർശനമായി പാലിക്കുക. തിരക്കുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ ക്ഷീണിതരായിരിക്കുമ്പോൾ വാഹനം ഓടിക്കരുത്. തുടങ്ങിയ ജാഗ്രത പാലിക്കുന്ന പക്ഷം വലിയ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായുള്ള ഇടപെടലുകൾ വളരെ ശ്രദ്ധിക്കുക. അനാവശ്യമായ തമാശകൾ ഒഴിവാക്കുക. തെറ്റിദ്ധാരണകൾ, അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ പ്രശസ്തിയെ അപകീർത്തിപ്പെടുത്തുകയോ സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കുകയോ ചെയ്യുന്നതാണ്. തന്മൂലം നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും വളരെയധികം ശ്രദ്ധിക്കുക. സംഘർഷങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെയോ മറ്റ് മുതിർന്ന ബന്ധുക്കളുടെയോ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് പ്രധാനമാണ്. അവർക്ക് പെട്ടെന്നുള്ള അസുഖം വരുവാനോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുവാനോ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി പതിവായി നിരീക്ഷിക്കുക. ആവശ്യമായ പരിചരണവും പിന്തുണയും നിങ്ങൾ നൽകുക. സാമ്പത്തികമായും വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാലും ആഴ്ച പുരോഗമിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മെല്ലെ മെച്ചപ്പെടുവാൻ തുടങ്ങും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുകയും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ പോസിറ്റീവായ മാറ്റങ്ങൾ മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ്. ആശയവിനിമയം അടിസ്ഥാനമാക്കിയുള്ള
തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ചും അനുകൂലമായ ഒരു സമയം കൂടിയാണ്. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, അധ്യാപകർ, അഭിഭാഷകർ, മറ്റ് ആശയവിനിമയ പ്രൊഫഷണലുകൾ എന്നിവർക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുവാനും അവസരങ്ങൾ വന്നെത്തുന്നതാണ്. മിഥുന രാശിക്കാരിൽ മകയിരം നക്ഷത്രക്കാർ ഞായറാഴ്ചയും, തിരുവാതിര നക്ഷത്രക്കാർ തിങ്കളാഴ്ചയും, പുണർദം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. ഈ വരുന്ന ആഴ്ച കർക്കിടക രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തന ഘട്ടത്തിന് തുടക്കം കുറിക്കും. വെല്ലുവിളികൾ വളരെ ഉണ്ടെങ്കിലും ഈ സമയത്ത് വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് അവസരമൊരുങ്ങുന്നതാണ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പുതിയ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. കർക്കിടക രാശിക്കാർക്ക് മാനസികമായി നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും കൂടുതൽ വ്യക്തമായി നിർവചിക്കപ്പെടും. ശാരീരികമായി ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകും. സാമ്പത്തികമായി വളരെയധികം സ്ഥിതി മെച്ചപ്പെടുവാനുള്ള പുതിയ വഴികൾ വന്നു ചേരും. സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് കൂടുതൽ ആത്മവിശ്വാസവും പ്രചോദനവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കർക്കിടക രാശിക്കാരായ ആളുകൾക്ക് ഈ തിരിച്ചറിവുകൾ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു വഴികാട്ടിയാകും. ഈ യാത്രയിൽ സഹോദരങ്ങൾ വലിയ ഒരു പിന്തുണ സംവിധാനമായിരിക്കും. അവരുടെ സ്നേഹവും പിന്തുണയും വില മതിക്കാനാവാത്ത ആശ്വാസം നിങ്ങൾക്ക് നൽകുന്നതാണ്. സ്വന്തം കുട്ടികൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി, മാതാപിതാക്കൾ എന്നിവരുമായി വൈകാരികമായി വെല്ലുവിളി നിറഞ്ഞ ചില അഭിപ്രായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ സംഭാഷണത്തിലൂടെയും തുറന്ന ആശയവിനിമയത്തിലൂടെയും ഈ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദേഷ്യം ഒന്നിനും പരിഹാരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. കർക്കിടക രാശിക്കാരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ട ഒരു സമയം കൂടിയാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ആരോഗ്യ പരിരക്ഷാ ദാതാവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് താൽക്കാലികമായി അകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അതുമല്ലെങ്കിൽ ഒരു ദീർഘദൂര യാത്ര അനിവാര്യമായി വന്നേക്കാം. ഈ സാഹചര്യങ്ങളെ സമചിത്തതയോടെ നേരിടുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമ്പർക്കത്തിൽ തുടരുവാനും അവരോട് സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. ഈ വരുന്ന ആഴ്ചയുടെ അവസാനത്തോടെ കർക്കിടക രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിലും ദാമ്പത്യ ജീവിതത്തിലും ശ്രദ്ധേയ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഒരു പുതിയ തൊഴിലവസരം, ഒരു സംരംഭങ്ങൾ, അതുമല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം പോലും പ്രതീക്ഷിക്കാം. ഈ മാറ്റങ്ങൾ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ സമ്മാനിക്കുന്നതാണ്. ഈ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുക. കർക്കിടക രാശിക്കാരിൽ പുണർദം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചയും, പൂയം നക്ഷത്രക്കാർ ബുധനാഴ്ചയും, ആയില്യം നക്ഷത്രക്കാർ വ്യാഴാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഒഴിഞ്ഞുമാറി വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാർക്ക് ഈ വരുന്ന ആഴ്ചയിൽ ചിന്താശേഷിയും ധൈര്യവും വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. പുതിയ ആശയങ്ങൾക്കും വെല്ലുവിളികൾക്കും മുന്നിൽ ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും. ഈ ഉണർവ് ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. സാമ്പത്തിക രംഗത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ചിങ്ങരാശിക്കാർക്ക് വളരെയധികം സഹായഹസ്തങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം കൊണ്ട് പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കും. ചിങ്ങരാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളിൽ നിന്നോ
ഒരു സമ്മാനമോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിനുള്ള അംഗീകാരമായോ ഇത് വന്നേക്കാം. സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായും ഒത്തുചേരുവാനും ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും. ഈ സാമൂഹിക ഇടപെടലുകൾ ചിങ്ങരാശിക്കാരുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായ അനുകൂലമായ വിധിയും പ്രതീക്ഷിക്കാം. നിങ്ങൾ വിജയിയായി തീരണം എന്ന് വാശിയുള്ള തർക്കങ്ങൾ ഉന്നയിക്കാവുന്ന കാലം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അലസതകളും മാറി പുത്തനുണർവോടെ പ്രവർത്തിക്കുവാനുള്ള ഊർജം നിറയും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുവാനും കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പ്രചോദനം ലഭിക്കുന്നതാണ്. എന്നാൽ വാരത്തിൻ്റെ മധ്യത്തോടെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കും മാതാപിതാക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ക്ഷമയോടെയും കരുതലോടെയും ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടതാണ്. യാത്രകൾ വർദ്ധിക്കുന്നത് ഈ സമയത്ത് യാത്രാ ക്ലേശങ്ങളും അശ്രദ്ധ മൂലമുള്ള അപകടങ്ങളും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രയ്ക്ക് മുമ്പ് വാഹനം പരിശോധിക്കുന്നത് കർശനമാക്കുക. ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ആഹാരക്രമത്തിൽ കഴിയുന്നത്ര ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഭക്ഷണം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അമിതമായി എരിവുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ ചിങ്ങരാശിക്കാർ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ചിങ്ങരാശിക്കാരിൽ മകം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും പൂരം നക്ഷത്രക്കാർ ശനിയാഴ്ചയും ഉത്രം നക്ഷത്രക്കാർ ഞായറാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയും വിധം വഴിപാടുകൾ കഴിപ്പിക്കുന്നതുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഈ വരുന്ന ആഴ്ച കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന ഫലങ്ങൾ വന്നുചേരും. തൊഴിൽ രംഗത്ത് നിലവിലുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുകയും അനുബന്ധമായി ഉണ്ടാകുന്ന സമ്മർദ്ദവും വെല്ലുവിളികളും നേരിടേണ്ടി വരികയും ചെയ്യും. ജോലിയിൽ ശ്രദ്ധ കുറയുന്നത് ചെറിയ പിഴവുകൾക്ക് കാരണമാകും. ഇത് മേലധികാരിയുടെ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന പക്വതയും സമചിത്തതയും നിങ്ങളുടെ കഴിവുകളെ മേലധികാരിക്ക് മുന്നിൽ തെളിയിക്കുവാനും ഭാവിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ഗുണകരമായ വഴിയൊരുക്കും. കന്നി രാശിക്കാർക്ക് കുടുംബ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കാളിയുമായോ മക്കളുമായോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരസ്പരം കൂടുതൽ സമയം ചെലവഴിക്കുവാനും തുറന്നു സംസാരിക്കുവാനും ശ്രമിക്കുന്നത് ഈ വിധ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ സഹായിക്കുന്നതാണ്. സ്ത്രീകൾ മൂലമുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ കന്നി രാശിക്കാരുടെ സൽപ്പേരിനെ കളങ്കം വരുത്തുകയോ സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണമാകുകയോ ചെയ്തേക്കാം. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ വിവേകത്തോടെയും പ്രവർത്തിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അന്യസ്ത്രീ ബന്ധങ്ങളുള്ള ആളുകൾ ഈ വരുന്ന ആഴ്ച അത്തരം ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഗുണകരമാണ്. സാമ്പത്തിക രംഗത്ത് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുടെ പിന്തുണ വഴി പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കപ്പെടും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ, നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരും. അപ്രതീക്ഷിതമായ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ കന്നി രാശിക്കാരുടെ പുരോഗതി തടയുവാൻ ശ്രമിച്ചേക്കാം. അതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുകയും വിശ്വസ്തരായ ഉപദേശകരുടെ സഹായം തേടുകയും ചെയ്യുന്നത് ഗുണകരമായി തീരും. കന്നി രാശിക്കാരിൽ ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപകട സാധ്യത കൂടുതലായതിനാൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായും പാലിക്കുകയും അപകട സാധ്യത ഉള്ള അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. വരാനിരിക്കുന്ന ആഴ്ച വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും നിങ്ങളുടെ കഴിവും വിവേകവും ഉപയോഗിച്ച് ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. കന്നി രാശിക്കാരിൽ ഉത്രം നക്ഷത്രക്കാർ ഞായറാഴ്ചയും അത്തം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും കഴിയും വിധം വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത്
തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. ഈ വരുന്ന ആഴ്ച തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അനുകൂല സംഭവങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. വ്യക്തിപരമായും തൊഴിൽപരമായും ഏറെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാവിധ ലക്ഷ്യങ്ങളും കൈവരിക്കുവാനും ആത്മനിർവൃതി അനുഭവിക്കുവാനും ഇടവരും. ഒരുപക്ഷെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും വളരെയധികം ഉത്സാഹത്തിൻ്റെയും ഫലം കൊണ്ട് ആത്മാഭിമാനം തോന്നുന്ന പല നിമിഷങ്ങളും വന്നെത്തുന്നതാണ്. ഈ വരുന്ന ആഴ്ച തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും നിങ്ങളുടെ ദർശനങ്ങളുമായി പൊരുത്തപ്പെടുന്ന സഹയാത്രികരെ അല്ലെങ്കിൽ തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പുതിയ കരാറുകൾ ഒപ്പുവെക്കുന്നതിനും നിലവിലുള്ള ബിസിനസ്സിലെ പ്രതിസന്ധികൾ മറികടന്ന് പൊതുജനങ്ങളുടെ അംഗീകാരവും പ്രശംസയും നേടുന്നതിനും അവസരമുണ്ട്. ഒരുപക്ഷെ നിലവിലുള്ള ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും നിങ്ങളുടെ ബിസിനസ്സിന് പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യാം. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ആശ്വാസവും സുഖം പ്രാപിക്കലും അനുഭവപ്പെടും. പഴയ രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും പുതിയ ഊർജത്തോടെ നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും സാധിക്കുന്നതാണ്. തുലാം രാശിക്കാർക്ക് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുവാനും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുവാനും ഈ സമയം സാധിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും മറ്റും കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ തുലാം രാശിക്കാർക്ക് വളരെയധികം ആത്മവിശ്വാസം സമ്മാനിക്കും. അവർ നിങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയും നിങ്ങളുടെ വിജയത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യക്തിഗത മുദ്ര പതിപ്പിക്കുവാനുള്ള അവസരവും ലഭിക്കും. സ്വർഗാത്മകതയും വ്യക്തിത്വവും പ്രകടിപ്പിക്കുവാനുള്ള നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും ഈ സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുമായോ ഒത്തുചേരുവാനും വിശ്രമവേളകൾ ആസ്വദിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു യാത്ര പോകുവാനോ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുവാനോ സാധ്യതയും വന്നുചേരും. നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുവാനും ഈ സന്തോഷകരമായ നിമിഷം നിങ്ങളെ സഹായിക്കുന്നതാണ്. ആഴ്ചയിലെ ഈ ഗ്രഹനില തുലാം രാശിക്കാർക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും നിറയ്ക്കുന്ന ഒന്നാണ്. ഈ അനുകൂലമായ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ധൈര്യത്തോടെ മുന്നേറുകയും ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുവാനും ഈ ആഴ്ച നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതാണ്. ജൂലൈ 14 ഞായറാഴ്ച ചിത്തിര നക്ഷത്രക്കാരുടെയും ജൂലൈ 15 തിങ്കളാഴ്ച ചോതി നക്ഷത്രക്കാരുടെയും ജൂലൈ 16 ചൊവ്വാഴ്ച വിശാഖം നക്ഷത്രക്കാരുടെയും പക്കപ്പിറന്നാൾ ദിവസം ആയതിനാൽ സാധ്യമായ വഴിപാടുകളും ക്ഷേത്ര ദർശനവും നടത്തുന്നത് വളരെയധികം ഗുണകരമായി തീരും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ വരുന്ന ആഴ്ചയുടെ തുടക്കം വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഉത്തമം. ചില സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദമോ അസ്വസ്ഥതകളോ ഉണ്ടാകുന്നതായി തോന്നിയാൽ അവിടെ നിന്നും വിട്ടു നിൽക്കുന്നതാണ് വളരെയധികം നല്ലത്. വൃശ്ചിക രാശിക്കാരുടെ കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും പ്രത്യേകിച്ച് പണമിടപാട്, സ്വത്ത് അല്ലെങ്കിൽ പാരമ്പര്യം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്നാൽ ക്ഷമയും സംയമനവും പാലിക്കുന്നത് വഴി സമാധാനം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തുറന്ന സംഭാഷണത്തിലൂടെയും പരസ്പര ധാരണയിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യത്തിൽ തലവേദന, ക്ഷീണം അല്ലെങ്കിൽ ദഹനക്കുറവ് പോലുള്ള ചെറിയ പ്രശ്നങ്ങളും അനുഭവപ്പെടാം. മാനസിക പിരിമുറുക്കം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് വളരെയധികം പ്രധാനമാണ്. എന്നാൽ ആഴ്ച പുരോഗമിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാരുടെ കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുവാൻ തുടങ്ങും. ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി അനുഭവപ്പെടുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും വർദ്ധിക്കും. ഒരു പുതിയ വരുമാന സ്രോതസ്സ് തുറക്കപ്പെടാം, അല്ലെങ്കിൽ മുൻപ് നടത്തിയ ഒരു നിക്ഷേപത്തിൽ നിന്നും ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വൃശ്ചിക രാശിക്കാരുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറുകയും പഴയ സൗഹൃദങ്ങൾ പുതുക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും.
വ്യക്തി ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുകയും കൂടുതൽ ശാന്തതയും സംതൃപ്തിയും അനുഭവപ്പെടുകയും ചെയ്യും. ഒരു തെറാപ്പിസ്റ്റിനെയോ കൗൺസിലറെയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചികിത്സാ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുവാനോ മരുന്നുകളുടെ അളവ് കുറയ്ക്കുവാനോ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും കൂടുതൽ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം ലഭിച്ചേക്കാം. ഒരുപക്ഷെ ഒരു സമ്മാനം ലഭിക്കാം, അല്ലെങ്കിൽ ഒരു ആഭരണം വാങ്ങുവാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടെ വൃശ്ചിക രാശിക്കാരുടെ ജോലി സംബന്ധമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ജോലി ഭാരം വർദ്ധിക്കുകയോ താല്പര്യമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരികയോ ചെയ്യാം. ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും ബാധിക്കും. ഈ സാഹചര്യത്തിൽ ഒരു പുതിയ തൊഴിലവസരം തേടുന്നത് പരിഗണിക്കാവുന്നതാണ്. കണ്ണിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുന്നത് ഗുണകരമാണ്. പൊതുവെ കാര്യങ്ങൾ നടക്കാൻ കാലതാമസം അല്പം നേരിട്ടേക്കാം. ഒരുപക്ഷെ ക്ഷമയും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തുന്നത് വളരെയധികം പ്രധാനമാണ്. ജൂലൈ 16 ചൊവ്വാഴ്ച വിശാഖം നക്ഷത്രക്കാരുടെയും ജൂലൈ 17 ബുധനാഴ്ച അനിഴം നക്ഷത്രക്കാരുടെയും ജൂലൈ 18 വ്യാഴാഴ്ച തൃക്കേട്ട നക്ഷത്രക്കാരുടെയും പക്കപ്പിറന്നാളായതിനാൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്രത്തിൽ കഴിയും വിധം വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടകാലങ്ങളും മാറി വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ വരുന്നയാഴ്ച ധനു രാശിക്കാർക്ക് കുടുംബാംഗങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും സ്നേഹവും പിന്തുണയും മനസ്സിന് ഉണർവും ഉന്മേഷവും പകരും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ വിവാഹം, ഗൃഹപ്രവേശം, ജന്മദിനാഘോഷം തുടങ്ങിയ മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനോ ഒരു കുടുംബത്തോടൊപ്പം ഒരു തീർത്ഥയാത്രയോ വിനോദയാത്ര പോകുവാനോ ഉള്ള അവസരം ലഭിച്ചേക്കാം. ഈ സമയം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും പരസ്പര സ്നേഹവും പിന്തുണയും പങ്കുവയ്ക്കുവാനും അനുയോജ്യമാണ്. ധനു രാശിക്കാർക്ക് കുറച്ചു കാലമായി തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പ്രതിസന്ധികൾക്ക് അയവ് വരുന്നതായി കാണാം. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് അല്ലെങ്കിൽ പുതിയ ഒരു തൊഴിൽ അവസരം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടി വരും. അനാവശ്യ ചെലവുകൾക്കും ബാധ്യതകൾക്കും സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു ബജറ്റ് തയ്യാറാക്കി ചെലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നത് സാമ്പത്തിക സ്ഥിരത നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയ ഒരു അതിഥിയുടെ വരവ് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഒരു കുഞ്ഞിൻ്റെ ജനനം, വിവാഹം അല്ലെങ്കിൽ വീട്ടിലേക്ക് പുതിയ ഒരു അംഗത്തിൻ്റെ വരവ് എന്നിവയാകാം. ഇത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിലും അതോടൊപ്പം കുടുംബത്തിലെ സന്തോഷവും വർദ്ധിക്കും. ഈ സമയം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടുവാനും സാധിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ ചില ബന്ധങ്ങൾ വീണ്ടും ധനുരാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പഴയ സുഹൃത്തുക്കളുമായ ബന്ധുക്കളുമായോ ഉള്ള ബന്ധം പുതുക്കുവാനുള്ള അവസരം ലഭിക്കും. ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ ദിശയിലേക്ക് നീങ്ങുവാനുമുള്ള അവസരം വന്നു ചേരുന്നതാണ്. ഈ പുനഃസംഗമങ്ങളെ സ്വാഗതം ചെയ്യുകയും അവയിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ധനുരാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റം, സാമ്പത്തിക നേട്ടങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിനും സമർപ്പണത്തിനും അംഗീകാരമായി ഇവ ലഭിക്കുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ലഭിക്കുന്നതിനാൽ ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. മനസമാധാനവും ഉറക്കവും ലഭിക്കുന്നതിനാൽ മാനസിക പിരിമുറുക്കം കുറയും. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും. ഈ സമയം ആരോഗ്യകരമായ ശീലങ്ങൾ പിന്തുടരുവാനും ശാരീരികവും മാനസികവുമായ ക്ഷേമം മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കുക. ധനു രാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാർ ഞായറാഴ്ച ദിവസം, ജൂലൈ 19 വെള്ളിയാഴ്ച മൂലം നക്ഷത്രക്കാരുടെയും ജൂലൈ 20 ശനിയാഴ്ച പൂരാടം നക്ഷത്രക്കാരുടെയും പക്കപ്പിറന്നാൾ ദിവസമായതിനാൽ
വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ എല്ലാവിധ കഷ്ടതകളും ഒഴിഞ്ഞുമാറി വളരെയധികം ഗുണഫലങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ വരുന്ന ആഴ്ച മകരരാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതുവെളിച്ചം കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും അസ്വാരസ്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനും പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. പണ്ട് നടന്ന ചില സംഭവങ്ങൾ മൂലം വേർപിരിഞ്ഞു പോയ ദമ്പതികളും ബന്ധുക്കളും വീണ്ടും ഒന്നിക്കുവാനും പഴയ സ്നേഹബന്ധം പുതുക്കുവാനുമുള്ള സാഹചര്യം വന്നെത്തുന്നതാണ്. മകരരാശിക്കാർക്ക് ഈശ്വരാനുഗ്രഹം കൂടെയുള്ളതിൻ്റെ സൂചനകൾ ചുറ്റും കാണുവാൻ സാധിക്കും. ആത്മീയതയിലേക്കുള്ള ഒരു ചായ്വ് വർദ്ധിക്കുകയും മതപരമായ ചടങ്ങുകളിലും പ്രാർത്ഥനകളിലും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ തോന്നുകയും ചെയ്യും. മനസ്സിൽ വിചാരിച്ചതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് കണ്ട് അത്ഭുതപ്പെടുവാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. ഒരു പക്ഷേ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു വീട് വാങ്ങുവാൻ സാധിക്കുകയോ ഒരു വിദേശ യാത്ര നടത്തുവാൻ കഴിയുകയോ ചെയ്തേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കത്തിനുള്ള സമയമാണിത്. ഇണയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി പരസ്പരം കൂടുതൽ അടുക്കുവാനും സ്നേഹം പങ്കിടുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും. പരസ്പരം മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മനസ്സ് ദാമ്പത്യ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്യുന്നതാണ്. മകരരാശിക്കാർക്ക് തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും പുതിയ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങളുടെ കഴിവുകളും അഭിരുചികളും പ്രകടിപ്പിക്കുവാനും അംഗീകാരം നേടുവാനും അവസരങ്ങൾ വന്നെത്തുന്നതാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന സ്ഥാനലബ്ധിക്കുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ പ്രമോഷൻ, ശമ്പള വർധനവോ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങളും നിയമന ഉത്തരവുകളും പ്രതീക്ഷിക്കാം. വളരെ കാലമായി കാത്തിരുന്ന ഒരു ജോലി ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുകയും ചെയ്യുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുവാനുള്ള അവസരം ലഭിക്കും. ഒരു പക്ഷേ ഒരു പുതിയ പദവി ലഭിക്കുകയോ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ അംഗമാകുകയോ ചെയ്തേക്കാം. എന്നാൽ മകരരാശിക്കാർ വാരാന്ത്യത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ടിവരും. അനാവശ്യ വിവാദങ്ങളിൽ ചെന്നുപെടാതിരിക്കുവാനും അതുവഴി മാനഹാനിയോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. മകരം രാശിയിൽ ഉത്രാടം അവിട്ടം നക്ഷത്രക്കാർ ഞായറാഴ്ചയും തിരുവോണം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ സാധ്യമായ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ. ഈ വരുന്ന ആഴ്ച കുംഭരാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ ഒരു അധ്യായമാണ്. തുടക്കത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ശാരീരികമായോ മാനസികമായോ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൂടുതൽ നൽകേണ്ടി വരും. ഒരുപക്ഷെ നീണ്ട കാലമായിട്ടുള്ള ഒരു അസുഖം വീണ്ടും കലശലാകുകയോ അതുമല്ലെങ്കിൽ പുതിയ ഒരു ആരോഗ്യ പ്രശ്നം ഉടലെടുക്കുകയോ ചെയ്തേക്കാം. കുംഭരാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സുഹൃത്തുക്കളുമായി സാമ്പത്തിക ഇടപാടുകളിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കുവാനും അത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എത്തുവാനും സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുമ്പോഴോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴോ വ്യക്തമായ രേഖകൾ സൂക്ഷിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്യുന്നത് പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാമ്യം നിൽക്കുന്ന വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയും വിശ്വസ്തതയും ഉറപ്പാക്കുക. സർക്കാരിൽ നിന്ന് ചില നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ഓഫീസിലെ ജോലികളിൽ വീഴ്ച വരുത്താതിരിക്കുവാനും മേലുദ്യോഗസ്ഥരുമായുള്ള നല്ല ബന്ധം പുലർത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അന്യരെ സഹായിക്കുന്നതിൽ ദോഷം ഇല്ലെങ്കിലും ചിലപ്പോൾ അവരിൽ നിന്ന് തിരിച്ചു ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതിനാൽ ആരെയെങ്കിലും സഹായിക്കുന്നതിന് മുൻപ് അവരുടെ ഉദ്ദേശശുദ്ധി ഉറപ്പാക്കുക. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുമ്പോൾ അതിൻ്റെ പരിധികൾ നിശ്ചയിക്കുകയും അവരെ അമിതമായി ആശ്രയിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ എല്ലാവിധ കാര്യങ്ങളും മെച്ചപ്പെടും.
നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കുവാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും പഴയ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും കഴിയും. തൊഴിൽ രംഗത്ത് ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പുതിയ ഒരു തൊഴിലവസരം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും അതിൽ നിന്നൊരു പ്രധാന പങ്ക് വഹിക്കുവാനും കഴിയുന്നതാണ്. ഈ ചടങ്ങുകൾ ആസൂത്രണം ചെയ്യുന്നതിലും നടത്തുന്നതിലും നിങ്ങളുടെ നേതൃപാടവം പ്രകടമാകുകയും ചെയ്യും. രാഷ്ട്രീയക്കാർക്കും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം അനുകൂലമായിരിക്കും. കീർത്തിയും അംഗീകാരവും ലഭിക്കുന്നതിനോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും നേടുവാൻ കഴിയും. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും പഴയ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. കുംഭരാശിയിൽ അവിട്ടം നക്ഷത്രക്കാർ ഞായറാഴ്ചയും, ചതയം നക്ഷത്രക്കാർ തിങ്കളാഴ്ചയും, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചൊവ്വാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയും വിധം വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും ഒഴിഞ്ഞുമാറി വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഈ വരുന്ന ആഴ്ചയുടെ തുടക്കത്തിൽ മീനരാശിക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. ശാരീരിക സുഖക്കുറവും രോഗാവസ്ഥയും അനുഭവപ്പെടുവാനിടയുണ്ട്. ദീർഘകാലമായി അലട്ടുന്ന അസുഖങ്ങൾ വീണ്ടും കലശലാകുകയോ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയോ ചെയ്തേക്കാം. അതിനാൽ ഈ സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുക. പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആളുകൾ ഭക്ഷണ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. മീനരാശിക്കാർ അനാവശ്യ കൂട്ടുകെട്ടുകളും ചങ്ങാത്തങ്ങളും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ചില സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽ ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം വന്നു ചേരും. അതിനാൽ സുഹൃത്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വിവേകം പുലർത്തുക. മോശം ശീലങ്ങൾക്കും ദുഷ്ടപ്രവണതകൾക്കും അടിമപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സംഘർഷങ്ങളും ശത്രുക്കളുടെ ഉപദ്രവവും വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയത്ത് മനസമാധാനം കൈവിടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോടതി സംബന്ധമായ കേസുകളിൽ പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ നിയമപരമായ കാര്യങ്ങൾ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് ഗുണകരമായി തീരും. അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങൾ മീനരാശിക്കാരെ അമ്പരപ്പിച്ചേക്കാം. പെട്ടെന്നുള്ള യാത്രകൾ, അപ്രതീക്ഷിതമായ ചെലവുകൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ അസുഖം എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതിനാൽ മനസ്സിനെ സംയമനത്തോടെയും ക്ഷമയോടെയും സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മീനരാശിക്കാർ രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ശത്രുക്കളുടെ ഉപദ്രവം കൂടുവാൻ സാധ്യതയുള്ളതിനാൽ അവരോട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുകയും സമാധാനപരമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുക. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ മീനരാശിക്കാരുടെ എല്ലാവിധ കാര്യങ്ങളും മെച്ചപ്പെടുവാൻ തുടങ്ങുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് വിജയവും അംഗീകാരവും ലഭിക്കുന്നതാണ്. സമൂഹത്തിൽ നിന്ന് കീർത്തിയും പ്രശസ്തിയും നിങ്ങൾക്ക് ഈ സമയത്ത് നേടുവാൻ സാധിക്കും. ദൈവാധീനം അനുഗ്രഹിക്കുകയും പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നതാണ്. ആത്മീയതയിലേക്കുള്ള ഒരു ചായ്വ് വർദ്ധിക്കുകയും മതപരമായ ചടങ്ങുകളിലും പ്രാർത്ഥനകളിലും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ തോന്നുകയും ചെയ്യുന്നതാണ്. മീനം രാശിക്കാരിൽ പോരുരുട്ടാതി നക്ഷത്രക്കാർ ചൊവ്വാഴ്ചയും, ഉത്രട്ടാതി നക്ഷത്രക്കാർ ബുധനാഴ്ചയും, രേവതി നക്ഷത്രക്കാർ വ്യാഴാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും കഴിയും വിധം വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യങ്ങളും എല്ലാവിധ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.